രവി സാറേ, സാറിനൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ രജിസ്റ്ററിൽ എഴുതിയ നമ്പർ കറക്റ്റ് അല്ല. എന്നുവെച്ചാ? അല്ല സാറേ, അവർ എഴുതിയിരിക്കുന്നത് 9 അക്കമുള്ളൂ, 10 അക്കം ഇല്ല. അപ്പോൾ സാറിൻ്റെ നമ്പർ പകരം എഴുതിക്കോട്ടെ. ഇതൊക്കെ അപ്പോൾ ശ്രദ്ധിക്കണ്ടേ? അല്ല സാറേ, ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. സാറേ, അത് പിന്നെ ആ രജിസ്റ്റർ ബുക്ക് എടുത്തൊന്ന് കാണിച്ചു. പറഞ്ഞു. ഇതുകൊണ്ട് പറയുന്നല്ലേ സാറേ, എന്ത് ചെയ്താലും സെക്യൂരിറ്റിയാ കുറ്റം. ഞാൻ മുമ്പ് നിന്നൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, സൺഷൈൻ. അവിടെ മൊത്തം ഉടായിപ്പായിരുന്നു. വരുന്നവർ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചങ്ങ് പോകും. നമുക്കറിയാതെ. പിന്നെ ഇവിടത്തെ ഫ്ലാറ്റിലെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ. അയ്യോ, ഇതാ നോക്കി സാർ, ഇതിനു മുമ്പ് ഈ ഗസ്റ്റ് തന്നെ വന്നത്. അന്ന് തന്നെ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഓ, ഒരു നമ്പർ കുറവാണ്. ചിലപ്പോൾ ഗസ്റ്റിന് എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കും. എന്റെ നമ്പർ എഴുതിക്കോ. ശരി സാർ. ശരി. അവൻ ആളത്ര ക്ലിയർ അല്ലെന്നുള്ള വിവരം സാറിനടുത്ത് പറയാം. അതിപ്പോൾ നമ്മളായിട്ടൊന്നും പറയണ്ട. എത്തിയോ? എന്തു പറ്റി? മുഖമൊക്കെ മികവൃതാണല്ലോ. മോളോട് താഴെ കളിക്കാൻ പോയി. അല്ല, ഇതെന്താ മുഖത്തിനൊരു വാട്ടം? ചായട്. അതെ, 8D സുമ ഒരു കോഫി പൗഡർ തന്നു. 8D? ആ, സുമ. അവളുടെ ഭർത്താവ് ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നു. ഇന്ന് കോഫി എടുക്കട്ടെ, ഒരു ചേഞ്ചിന്. സുഹൃത്തെ, എനിക്ക് ചേഞ്ച് വേണ്ട, മനസ്സിലായോ? ഇതുവരെ എങ്ങനെ ആയിരുന്നോ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നാ മതി. ഇതെന്തോ ഇത്? ചായക്ക് ചായ അല്ല പിന്നെ. 8D ചായ എടുക്കുവാന്നേ. ഞാനിവിടെ ഫ്ലാറ്റില്. മോള് താഴെ കളിക്കുന്നുണ്ടല്ലോ. ഓ, ഈവനിങ് അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. ഇന്ന് വൈകിട്ടേ വനിതാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് താഴെ. നിന്റെ കഴുത്തിലെന്തോ ഒരു പാട്? പാടോ? എന്ത് പാട്? നഖമൊക്കെ കൊണ്ടുപോലത്തൊരു പാട്. അയ്യോ, അത് മാത്രമോ കണ്ടുള്ളോ? ദേ, ഇവിടെയും 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 ഒക്കെ പാടുണ്ട്. അതെ, അടുക്കളയിൽ ഒരു 5 ദിവസം പണിയെടുത്തു നോക്ക്, അപ്പം മനസ്സിലാവും. അടുക്കളയിൽ ജോലി ചെയ്താ കഴുത്തിനകത്ത് പാട് വരുമോ? ഷടാ, ഇതെന്തൊരു പാട്? ഇത് ഏത് പാടിൻ്റെ കാര്യമായി പറയുന്നേ? ഞാൻ നോക്കട്ടെ. നോക്ക്, അവിടെ അതിന്റെ സൈഡില്. ആ, ഇത് ആ അടുക്കളയിലെ തുണി ഇടുന്ന ആ ഫ്രെയിം കൊണ്ടുവന്നേ. ക്ലാരിറ്റി ഇല്ല. ഇത് കൊണ്ടിട്ടാണോ നിന്റെ കഴുത്ത് മുറിഞ്ഞത്? എന്താ? അല്ല, ഈ സ്റ്റാൻഡ് കൊണ്ടിട്ടാണോ നിന്റെ കഴുത്ത് മുറിഞ്ഞതെന്ന്? ആ, എന്നാ പിന്നെ നമുക്കേ ഇത് അടച്ചിട്ട മുറിയിലോട്ട് മാറ്റാം. അടച്ചിട്ട് മുറിയില്ലോ? അതിനകത്തെല്ലാം നിങ്ങളുടെ പഴഞ്ചമ്പാട്ട സാധനങ്ങൾ ഇരിക്കുമല്ലേ? അവിടെ സൂചി കുത്താനിടയില്ല. പഴഞ്ചം പാട്ട സാധനങ്ങളാ എടി. കേരളത്തിന്റെ കാലാവസ്ഥ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ ശേഖരിക്കുന്ന ഉപകരണങ്ങളാണത്. ക്ഷമിക്കണം, പരിപാവനമായ ഉപകരണങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. കളത്തല്ലേ, ഒരുപാട് കളത്തല്ലേ. നിന്റെ ഇതിവിടെ ഇരുന്നാ മതി, മുറിഞ്ഞോട്ട്.